പെണ്ണ് കാണാൻ പോയതിനെ പറ്റി ഹിന്ദിക്കാർ ചോദിക്കുമ്പോൾ സുഭാഷ് പറയും അതൊക്കെ അങ്ങനെ നടക്കും. നമ്മൾ പെണ്ണ് കാണാൻ പോവും, അവർ വേണ്ടാന്ന് പറയും. ഇനി ഇടയ്ക്കിടയ്ക്ക് എന്നോട് എന്തായെന്ന് ഇങ്ങനെ ചോദിക്കണ്ട. എന്തെങ്കിലും ആകുമ്പോൾ ഞാൻ തന്നെ നിങ്ങളോട് കുറച്ച് പൊലിപ്പിച്ച് പറഞ്ഞോളാം. ആ സമയത്ത് ബൈക്കിലെടുത്ത് വന്നിട്ട് പറയാം, സുഭാഷ് ഏട്ടാ നിങ്ങളുടെ അച്ഛൻ അവിടെ പൊരിഞ്ഞ അടി. സുഭാഷ് ചോദിക്കും അടിയോ നോക്കും. അപ്പോൾ അവൻ പറയും അടി ആയില്ല, പക്ഷെ അടി ഇപ്പം പൊട്ടും. കല്യാണം മുടക്കിയായിട്ട് ബന്ധപ്പെട്ട് സുഭാഷിൻ്റെ അച്ഛൻ പുള്ളിയുടെ ചേട്ടനോട് തർക്കിക്കുകയാണ്. ആ കച്ചറ ഒരു അടിയുടെ പക്കത്തൊക്കെ എത്തും. പോകുന്നതിന് മുമ്പ് ഗംഗാധരൻ പറയും ആ കേസൊന്നും തീർന്നോട്ടെ, നിന്നെ നിന്റെ മക്കളെയൊക്കെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു പറയും. ദേഷ്യം വന്നിട്ട് സുഭാഷിൻ്റെ അച്ഛൻ ഒരു കല്ലെടുത്ത് അയാളെ എറിയാണ്. അയാളാണെങ്കിൽ അവിടുന്ന് ഓടും. ആ പെട്ടിക്കടയുടെ ഓണർ പറയും ഭാസ്കരേട്ടാ എൻ്റെ കടേൻ്റെ മുന്നിൽ നിന്ന് കച്ചറയൊന്നും ഉണ്ടാക്കരുത് പറയും. ഇത് കേട്ടിട്ട് ഭാസ്കരന് ദേഷ്യം വരും. പുള്ളി അയാളെയും പിടിച്ച് അടിക്കാൻ നോക്കും. ആ സമയത്ത് സുഭാഷ് അങ്ങോട്ട് വരും. സുഭാഷിനോട് പറയും ഇനി മേലാൽ ഇങ്ങനെ ഉണ്ടായാൽ ഞാൻ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുമെന്ന് പറയും. ഭാസ്കരനാണ് ഇതുകൊണ്ട് നിർത്തില്ല, പുള്ളിക്കെതിരെ പറയുന്നവരൊക്കെ അടിക്കാൻ നോക്കുകയാണ്. ഇത് കണ്ടിട്ട് സുഭാഷിനാകെ വിഷമാവും. സുഭാഷ് പറയും ഇതെന്തൊരു ജീവിതമാണ്, നിങ്ങൾ ഇത്രയും ഞങ്ങളെ സ്നേഹിക്കുന്നു വേണ്ടാന്ന് പറയും. സുഭാഷിൻ്റെ വാക്ക് കേട്ട് അച്ഛനവസാനം സുഭാഷിൻ്റെ കീശയിൽ നിന്ന് കുറച്ച് കാശ് കൊടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. അരുണിനോട് ഭാര്യ പറയും നിധിക്ക് സൂര്യയോടൊന്ന് സംസാരിക്കണം. അരുൺ പറയും അതിനെന്താ ഇവിടുന്ന് സംസാരിക്കാമല്ലോ എന്ന് പറയും. അപ്പോൾ അവൾ പറയും ഇവിടെ നിന്നല്ല, അവർ രണ്ടുപേരും മാത്രം വേണം, അവരൊരു ഡ്രൈവ് പോയിട്ട് വന്നോട്ടെ എന്ന് പറയും. അതേ അവർ പോയിട്ട് സൂര്യയോട് ചോദിക്കും. സൂര്യ പറയും ഈ ട്രാഫിക്കിൽ ഇനി ഡ്രൈവൊക്കെ പോകണോ? അപ്പോൾ അരുണിൻ്റെ വൈഫ് പറയും എവിടെന്നെങ്കിലും ഫുഡൊക്കെ കഴിക്കാമെന്ന് പറയും. അപ്പോൾ സൂര്യ പറയും അത് ഓൺലൈനിൽ ഓർഡർ ചെയ്ത പോരെ, ഇവിടുന്ന് കഴിക്കാമല്ലോ എന്ന് പറയും. അരുൺ പറയും പെട്ടെന്നല്ലേ കല്യാണം ഉറപ്പിച്ച്, നിങ്ങളാണെങ്കിൽ വലിയ പരിചയമായിട്ടില്ലല്ലോ, അപ്പോൾ നിധിക്കൊന്ന് സംസാരിക്കുകയൊക്കെ വേണമെന്ന് പറയും. അങ്ങനെ സൂര്യ ഡ്രൈവ് പോകാൻ സമ്മതിക്കുകയാണ്. പോകാൻ തുടങ്ങുന്നതിന് മുമ്പ് നിധിയോട് ചേച്ചി ഇങ്ങനെ പറയാണ് ചിലർക്ക് സ്ത്രീകളോട് സംസാരിച്ച് പരിചയമൊന്നും ഉണ്ടാവില്ല, അതിൻ്റെയൊക്കെ കുഴപ്പമായിരിക്കും, ഇപ്പം സംസാരിക്കുന്ന നോക്കണ്ട, അതൊക്കെ മാറിക്കോളും. കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രുതിക്ക് ആകെ കൂടെ ദേഷ്യം വരും. അവൻ ഇങ്ങനെ മനസ്സിൽ വരും എന്തിനാണാവോ ഈ പാവം പിടിച്ച പെൺകുട്ടീനെ ഇവന് കെട്ടിച്ചു കൊടുക്കുന്നത്. വണ്ടിയൊക്കെ ചെറുതായിട്ട് റോങ് വരുമ്പോൾ തന്നെ ശ്രുതി ചൂടാവും. സൂര്യ പറയും എന്തിനാ ഇങ്ങനെ ചൂടാവുന്നത്, വെറുതെ ഇറിറ്റേറ്റ് ചെയ്യിക്കല്ലേ. സൂര്യ ഇവിടുത്തെ റോഡിനെയും ട്രാഫിക്കിനെയും കാലാവസ്ഥയെ പറ്റിയൊക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെ കേട്ടിട്ട് ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട്. ശ്രുതി ഇങ്ങനെ മനസ്സ് പറയും നീ വല്ല അന്റാർട്ടിക്കയിലും പോയി ജീവിക്കടാ, അവിടെ ആണെങ്കിൽ ഐസ് മാത്രമേ ഉണ്ടാവുള്ളൂ. നിധി സൂര്യയോട് വയ്ക്കും എന്നെപ്പറ്റി കൂടുതൽ അറിയേണ്ട വയ്ക്കും. സൂര്യ പറയും എന്തറിയാമെന്ന് വയ്ക്കും. നിധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പറയുമ്പോഴേക്കും സൂര്യ പറയും ഗോൾഡ് മെഡൽ കിട്ടിയതല്ലേ. അതിനെ കളിയാക്കി ഇങ്ങനെ ചിരിക്കും. നിധി പറയും എനിക്ക് ചില ഡ്രീംസ് ഉണ്ട്, കോൺവെക്കേഷനിൽ ഞാൻ നടത്തിയ പ്രസംഗം കേട്ടാൽ മനസ്സിലാവുമെന്ന് പറഞ്ഞിട്ട് അത് കേൾപ്പിക്കാൻ നോക്കുമ്പോൾ സൂര്യന് തയ്യാറാവില്ല. എനിക്ക് പ്രസംഗമൊന്നും ഇഷ്ടമല്ല എന്ന് പറയും. വേണമെങ്കിൽ പ്രസംഗത്തിലെ കാര്യം ചുരുക്കി പറയാൻ പറയും. അപ്പോൾ നിധി ആ കാര്യങ്ങളൊക്കെ പറയാണ്. നിധി ഇനിയും പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സൂര്യയ്ക്കും അപ്പോൾ കുട്ടികളൊക്കെ. നിധി പറയും എനിക്കിപ്പോൾ 22 വയസ്സായിട്ടുള്ളൂ, ഒരു 30 വയസ്സൊക്കെ ആയിട്ട് പോരാന്ന് വയ്ക്കും. ഇത് കേട്ടിട്ട് സൂര്യ ഇതിനൊക്കെ എതിർക്കുകയാണ്. സൂര്യ പറയും എനിക്കിപ്പോൾ തന്നെ 30 വയസ്സുണ്ട്, 27 വയസ്സാകുമ്പോൾ കല്യാണം കഴിക്കണം എന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷെ അന്നത് പറ്റിയില്ല. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ 2 വീടുണ്ട്, 4 കാറുണ്ട്, ഫുൾ സെറ്റിലാണ്. അമ്മയ്ക്കായിരുന്നു നിർബന്ധം നാട്ടിൽ നിന്ന് കല്യാണം കഴിക്കണമെന്ന്. പിന്നെ ഞാനും അങ്ങനെ വിചാരിച്ചു. എന്താണെന്നറിയോ, എനിക്കവിടെ പോയപ്പം ഏറ്റവും കൂടുതൽ മിക്സ് ചെയ്തത് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന സാമ്പാറാണ്. ഇത് കേട്ടിട്ട് ശ്രുതിക്ക് ഇങ്ങനെ ദേഷ്യം വരും. പെണ്ണിന് വിദ്യാഭ്യാസം വേണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിൻ്റെ പെണ്ണിൻ്റെയൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ എനിക്കൊരു പ്രൗഡ് ചെയ്യണ്ടേ, അതുകൊണ്ടാണ് നിധിയുടെ ആലോചന വന്നപ്പോൾ തന്നെ ഞാൻ സമ്മതിച്ചത്. സൂര്യ പറയും കല്യാണം കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ തന്നെ കുട്ടികൾ വേണം നിധി. അവിടെ വന്ന് പഠിത്തം എന്നൊക്കെ പറഞ്ഞ് കറങ്ങി നടന്ന വീട്ടിലെ കാര്യങ്ങളൊക്കെ പിന്നെ ആരാ നോക്കുക. പഴയൊരു പാട്ടില്ലെന്ന് പറഞ്ഞിട്ട് പൂമുഖ വാദിച്ച സ്നേഹം വിടർത്തുന്ന പാട്ടിങ്ങനെ എന്തോ ഒരു രീതിയിൽ പാടുകയാണ് സൂര്യ. സൂര്യ ഇങ്ങനത്തെ കുറച്ച് സങ്കല്പങ്ങളൊക്കെ ഇങ്ങനെ പറയാണ്. അച്ഛൻ കൊലായിലിരുന്ന് കള്ളു കുടിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് അങ്ങോട്ട് കയറി വരികയാണ് ഹരീഷ്. ശ്രുതി നിധിയുടെ ഫോട്ടോ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് നികേഷിന്. ഒരു പാവം കുട്ടിയാണ്, ഇവളെ കെട്ടാൻ പോകുന്ന ആരാന്നറിയോ, ഞാനുമായിട്ട് അടി ഉണ്ടാക്കില്ലേ അവനാ. നികേഷ് ഇങ്ങനെ ചിരിക്കും. ശ്രുതി എന്താ കാര്യം ചോദിക്കുമ്പോൾ നികേഷ് പറയും ചേട്ടൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ എന്നോർത്ത് ചിരിച്ചതാ. അച്ഛനാണെങ്കിൽ പുറത്തിങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് അങ്ങോട്ട് വരികയാണ് സുനന്ദ. അവൾ സന്തോഷത്തോടെ വയ്ക്കും കല്യാണാലോചന മുടങ്ങിയല്ലേ സുഭാഷ് ഏട്ടാ. ബാക്കിയുള്ളവരൊക്കെ ഞെട്ടിയിട്ട് വയ്ക്കും ആലോചന മുടങ്ങിയോ.